എന്തുകൊണ്ട് ഒരേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു? ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾക്ക് എത്ര സ്നേഹിച്ചാലും ബന്ധങ്ങൾ തകരും. എത്ര കഴിവുണ്ടെങ്കിലും ചിലർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിലർക്ക് പണം വരും, പക്ഷേ അത് നിലനിൽക്കില്ല. ചിലർക്ക് കാരണമറിയാത്ത ഭയങ്ങളുണ്ടാവും. അതായത്, എന്തോ സംഭവിക്കാൻ പോകുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോകും, എന്നെ ഉപേക്ഷിക്കും, ഞാൻ പരാജയപ്പെടും. അങ്ങനെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ സാധാരണ കരുതുന്നത് ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ്. ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാവുന്നത്, എനിക്ക് ഭയം കൂടുതലാണ്. പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചു നോക്കിയാലോ, ഇത് ശരിക്കും നമ്മുടെ കഥ തന്നെയാണോ? അതോ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തുടങ്ങിയ ഒരു കഥയുടെ തുടർച്ചയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ നമ്മുടെ മാത്രം പ്രശ്നങ്ങളായിരിക്കണം എന്നില്ല. അവ കുടുംബത്തിൻ്റെ അപൂർണമായ കഥകളായിരിക്കാം, തലമുറകളിലൂടെ സഞ്ചരിച്ചു വരുന്ന ട്രോമകളായിരിക്കാം. പലർക്കും ട്രോമ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് അപകടങ്ങൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ പോലുള്ള വലിയ വലിയ സംഭവങ്ങളാണ്. അവ ട്രോമയാണ്. പക്ഷേ ട്രോമ അതുമാത്രമല്ല. ഒരു കുഞ്ഞിന് അമ്മയിൽ നിന്ന് വേർപെടേണ്ടി വന്ന അനുഭവം ഒരു ട്രോമയാകാം. തുടർച്ചയായി അവഗണിക്കപ്പെട്ട ഒരു അനുഭവം ട്രോമയാവാം. അച്ഛൻ കുടുംബം വിട്ടുപോയത് ട്രോമയാവാം. പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതും ട്രോമയാവാം. ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സംഭവിച്ച എന്തും ചിലപ്പോൾ ഒരു ട്രോമയായിട്ട് മാറാം. പ്രശ്നം ആ സംഭവത്തിലല്ല, ആ സംഭവം നമ്മുടെ ശരീരത്തിലും മനസ്സിലും എങ്ങനെ പതിഞ്ഞു എന്നതാണ് പ്രധാനം. ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ വലിയ ഭയമോ ആഘാതമോ സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ സംസാരിക്കുന്ന ഭാഗം ചില സമയത്തേക്ക് പ്രവർത്തനം കുറയ്ക്കും. അതിനാൽ പലർക്കും അവരുടെ ട്രോമയെക്കുറിച്ച് പറയാൻ പോലും കഴിയാറില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാം, പക്ഷേ അത് വാക്കുകളാക്കി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ട്രോമ ഓർമ്മയായിട്ട് സൂക്ഷിക്കപ്പെടുന്നില്ല. പകരം അത് ശരീരത്തിലെ വികാരങ്ങളായും ചിത്രങ്ങളായും ഭയങ്ങളായും സൂക്ഷിക്കപ്പെടുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവ അവിടെ തന്നെ തുടരും. ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ അവ വീണ്ടും സജീവമാകും. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്ന മാർക്ക് ബോളിൻ എഴുതിയ ഇറ്റ് ഡിഡിൻറ്റ് സ്റ്റാർട്ട് വിത്ത് യു എന്ന പുസ്തകത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. നല്ല കായിക താരവും വിദ്യാർത്ഥിയുമായിരുന്നൊരു കുട്ടി ജീവിതം നന്നായി മുന്നോട്ട് പോകുന്നതിനിടയിൽ 19-ാം വയസ്സിൽ ഒരു ദിവസം രാത്രി അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവന് ശരീരത്തിൽ അതിശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം ഒരു ഭയം, ഇനി ഞാൻ ഉറങ്ങിയാൽ ഉണരില്ല എന്ന ഭയം. ആ രാത്രി മുതൽ അവന് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ കണ്ടു, സൈക്കോളജിസ്റ്റുകളെ കണ്ടു, മരുന്നുകൾ കുറെ കഴിച്ചു, പക്ഷെ ഒന്നും ഒരു ഫലം കണ്ടില്ല. പിന്നീട് കുടുംബ ചരിത്രം പരിശോധിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. അതായത്, അവൻ്റെ പിതാവിൻ്റെ സഹോദരൻ 19-ാം വയസ്സിൽ മഞ്ഞിൽ തണുത്തു മരിച്ചിരുന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടായിരുന്നു മരണം. ആ കുടുംബം പിന്നീട് ഒരിക്കലും ആ സംഭവം സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ആ ഭയം ആ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് ഈ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയോക്തിയായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ പലപ്പോഴും വഹിക്കുന്നത് നമ്മുടെ ഓർമ്മകളല്ല, കുടുംബത്തിൻ്റെ ഓർമ്മകളോ ആവാം. കുടുംബത്തിലൊരു വലിയ ദുരന്തം സംഭവിച്ചു എന്ന് കരുതുക. ഒരു കുട്ടി മരിക്കുന്നു, അല്ലെങ്കിൽ ഒരമ്മ ഉപേക്ഷിക്കപ്പെടുന്നു, ഒരച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു, ഒരു കുടുംബത്തിനെല്ലാം നഷ്ടപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ചിലപ്പോൾ സംസാരിക്കപ്പെടാതെ പോകാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വികാരങ്ങൾ എവിടെയും പോകുന്നില്ല, അവ അടിച്ചമർത്തപ്പെടുകയാണ്. പിന്നീട് അടുത്ത തലമുറയിൽ മറ്റൊരു രൂപത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു. അകാരണമായിട്ടുള്ള ഭയം, വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ഉറക്ക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയായിട്ട് അത് കുടുംബത്തിൽ തന്നെ തുടരും. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ വ്യക്തിത്വമാണെന്നാണ് നമ്മൾ കരുതുന്നത്. എനിക്ക് ആത്മവിശ്വാസമില്ല, എനിക്ക് ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ബന്ധങ്ങളിൽ പരാജയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ വിശ്വാസങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്?
നമ്മൾ ജനിക്കുമ്പോൾ ഇവ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ വഴിയും കുടുംബാനുഭവങ്ങൾ വഴിയും രൂപപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കും. പ്രശ്നം ഞാൻ തെറ്റാണ് എന്നതിൽ നിന്ന് എന്തോ ഒരു കഥ എന്നിലൂടെ തുടരുകയാണ് എന്നതിലേക്ക് മാറും. അതാണ് ഇതിനെ പരിഹരിക്കാനുള്ള ആദ്യത്തെ മാർഗം. ഇനി ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, എല്ലാ പ്രശ്നങ്ങളും കുടുംബ ട്രോമയൊന്നുമല്ല, എല്ലാ ഭയങ്ങളും പാരമ്പര്യമായിട്ട് വന്നതും ആവില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുടുംബചരിത്രം ഒരു പ്രധാന താക്കോലാവാം. അത് കുറ്റം കണ്ടെത്താനുള്ള യാത്രയോ കുടുംബത്തെ കുറ്റപ്പെടുത്താനുള്ള തുടക്കമല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ്. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ നമുക്കൊരു വഴിയുണ്ട്. അതായത് ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ ചിന്തിക്കുക. ഒരേ ഒരു ചോദ്യം: എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ പ്രശ്നം അതെന്താണ്? അത് ബന്ധങ്ങളാണോ, പണമാണോ, ആത്മവിശ്വാസം കുറവാണോ, അതോ ഭയമാണോ, ഒറ്റപ്പെടലാണോ, പരാജയമാണോ, അല്ലെങ്കിൽ എന്തോ മറ്റൊരു കാരണമാണോ? ആ പ്രശ്നം ഇപ്പോൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താം. അടുത്ത എപ്പിസോഡുകളിൽ അതിൻ്റെ വേരുകൾ നമുക്ക് അന്വേഷിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടൊരു പുതിയ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളല്ലായിരിക്കാം. നിങ്ങളുടെ ഭയം നിങ്ങളുടെ മാത്രം ഭയമല്ലായിരിക്കാം. നമ്മൾ വഹിക്കുന്നത് ഒരു പഴയ കഥയുടെ ഒരു പ്രതിധ്വനിയാവാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിലും ആഴത്തിലേക്ക് പോകും. കാരണം നമ്മുടെ ഭയങ്ങൾ വെറും ഭയങ്ങളല്ല, അവ പലപ്പോഴും ഒരു രഹസ്യ ഭാഷയാണ്. ആ ഭാഷ വായിക്കാൻ പഠിച്ചാൽ കുടുംബ ചരിത്രത്തിൻ്റെ മറഞ്ഞ വാതിലുകൾ തുറക്കാൻ കഴിയും.